നമസ്കാരം. വേറെവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്നൊക്കെ ഇംഗ്ലീഷ് എന്ന മട്ടിൽ മൊഴിഞ്ഞ ഒരു മന്ത്രിയിൽ നിന്ന് ഇതിലും മെച്ചപ്പെട്ട എന്തെങ്കിലും മറുപടി പ്രതീക്ഷിച്ചെങ്കിൽ അതിൽ തീർച്ചയായും കുറ്റക്കാരൻ കുഴൽനാടൻ തന്നെയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ ബിന്ദുമന്ത്രി അതിനെക്കുറിച്ചൊന്നും പറയാതെ വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് കുറ്റമല്ലെന്ന് പറയാനാണ് കൂടുതൽ സമയം ചിലവഴിച്ചത്. ഇത്ര മികച്ചതാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗമെങ്കിൽ രക്തസാക്ഷി ഗ്രാമങ്ങളിൽ നിന്നു പോലും വോട്ട് ചോർന്നു പോയതുപോലെ നമ്മുടെ കോളേജുകളിൽ നിന്നും കുട്ടികൾ അകലം പാലിക്കുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം ഉത്തരമില്ലാതെ കിടക്കുകയാണ്. വീണിടം വിദ്യയാക്കാൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ വിദേശത്താണ് പഠിച്ചതെന്ന് പറഞ്ഞു തുടങ്ങിയ മന്ത്രി പണ്ട് വിദേശത്ത് ഉപരിപഠനം നടത്തിയവരുടെ നീണ്ട നിര പുറത്തുവിട്ടു. അതൊരു പുതിയ കാര്യമല്ല എന്ന പുതിയ അറിവ് പകർന്നു നൽകിയ ബിന്ദു ടീച്ചർ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് പുറമെ നെഹ്റുവും അംബേദ്കറും ഇന്ദിരാഗാന്ധിയും VK കൃഷ്ണമേനോനും ഒക്കെ ലണ്ടനിലാണ് പഠിച്ചത് എന്ന വെളിപ്പെടുത്തൽ നടത്തിയത് എന്തായാലും ഗംഭീരമായി. അക്കൂട്ടത്തിൽ EMSനെയും AKGയെയും സുന്ദരയെയും ഒക്കെ പരാമർശിക്കാതിരുന്നത് ഇടതുവിരുദ്ധ നയവ്യതിയാനമായി ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കെയ്റോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് എന്ന വിവരം ലീഗുകാർക്ക് പ്രത്യേകമായി പകർന്നു നൽകിയ പാഠമാണ് എന്നൊന്നും ആരും കരുതേണ്ട. ഇക്കാര്യവും പറഞ്ഞ് ലീഗുകാർ കോൺഗ്രസുകാരോടൊപ്പം കൂടേണ്ട എന്നാണ് അപ്പറഞ്ഞതിലെ ധ്വനി. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ മികവ് തന്നെയാണ് വിദ്യാർത്ഥികളുടെ മൈഗ്രേഷന് അവരെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞത് എന്തായാലും കടന്ന കൈയായി പോയി. മാഡം പിന്നെ പറഞ്ഞതുമായി വല്ലാത്ത പൊരുത്തക്കേടുമുണ്ട്. അതിന് ആവേശത്തിൽ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാതെ പോയതാവും കാരണം. നോർക്കയുടെ കുടിയേറ്റ സർവേയിലെ കണ്ടെത്തലുമായാണ് പ്രതിപക്ഷം നിയമസഭയിൽ എത്തിയത്. അതിനെ തുടർന്ന് ഇന്ത്യയിൽ വിദ്യാർത്ഥി കുടിയേറ്റം താരതമ്യേന കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞതാണ് വിരോധാഭാസമായത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മെച്ചമാണ് മൈഗ്രേഷൻ കൂട്ടുന്നതെങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാളും കേരളം പിറകിലാണെന്നതല്ലേ പറഞ്ഞതിനർത്ഥം? കൂടുതൽ അബദ്ധങ്ങൾ എഴുന്നള്ളിക്കേണ്ടെന്ന് കരുതി സ്പീക്കർ ഇങ്ങനെ അധിക പ്രസംഗം നീണ്ടുപോകുന്നതിനിടെ ഇടപെട്ട് പ്രസംഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടതൊന്നും മൂപ്പത്തി ചെവിക്കൊണ്ടില്ല. ഇന്ന് 10 പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന നിലപാടിലാണ് അവർ ഉറച്ചു നിന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ മന്ത്രി വീണ്ടും തന്റെ വാഗ്വിലാസം നിർബാധം തുടർന്നതോടെ സീൻ കോൺട്രയായി. നേരത്തെ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് യുവതലമുറ വിശ്വസിക്കുന്നതായി മാത്യു കുഴൽനാടൻ പറഞ്ഞതിന് മറുപടിയായാണ് ബിന്ദു മേഡം മറുപടി പറഞ്ഞു തുടങ്ങിയത്. ഇത്തരത്തിൽ യുവതലമുറ നാട്ടിൽ നിന്ന് പോയാൽ കേരളം വൃദ്ധസദനമായി മാറുമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത് മന്ത്രിക്ക് തീരെ ദഹിച്ചില്ല. സംസ്ഥാനമൊട്ടാകെ വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസികളായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി വിമർശിച്ചതോടെ നിൽക്കക്കള്ളി ഇല്ലാതെയാണ് ബിന്ദു മേഡം പൊട്ടിത്തെറിച്ചത്. ഇമാതിരി ടീമിനെയൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ ഓർക്കണമായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, വിദ്യാഭ്യാസം ശിവൻകുട്ടിക്കാകാമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ആരെയാണ് ഏൽപ്പിച്ചുകൂടാത്തത്, അല്ലേ?